ഹായ്, SSC GD പരീക്ഷയിൽ ഇതുവരെ ഇംഗ്ലീഷ് നോക്കി തുടങ്ങാത്തവരോട് നിങ്ങളെങ്കിലും ഈ പറയുന്ന നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ട് വേണം പോകാൻ. ഇത് ഇംഗ്ലീഷിലെ സ്പോട്ട് എറർ എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സെന്റൻസ് കറക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയാ. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, neither the manager nor the employees was aware of the shortage of raw material. ഈ ചോദ്യത്തിന് അർത്ഥം എന്താ? neither the manager nor the employees, മാനേജറോ എംപ്ലോയീസോ തങ്ങളുടെ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന റോ മെറ്റീരിയൽസിന്റെ ഷോർട്ടേജിനെ പറ്റി ബോധവാന്മാരായിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല എന്നാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. ഇതെങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിലെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് കോൺകോഡ്. കോൺകോഡ് അഥവാ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഇംഗ്ലീഷിൽ എല്ലാ മത്സര പരീക്ഷയിലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാണ് കോൺകോഡ് അഥവാ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഇംഗ്ലീഷിലെ ഒരു ബേസിക് നിയമം അനുസരിച്ച് സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ എഴുതേണ്ട വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ അതിനുശേഷം വരുന്ന വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇത് ഇംഗ്ലീഷിലെ അടിസ്ഥാന നിയമമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ neither the manager nor the employees എന്ന രണ്ട് സബ്ജക്റ്റുകൾ നമുക്ക് പരിഗണിക്കാം. ഇവിടെ രണ്ട് സബ്ജക്റ്റുകളായിട്ട് വരുന്നത് ഒന്ന് മാനേജറാണ്, മറ്റൊന്ന് എംപ്ലോയീസ് ആണ്. മാനേജർ, എംപ്ലോയീസ് എന്നീ രണ്ട് സബ്ജക്റ്റുകളെ neither nor എന്ന കോറിലേറ്റീവ് കൺജക്ഷനാൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. neither nor എന്നത് ഇങ്ങനെയാണ് എഴുതുക, neither nor. ഇതിനെ പറയുന്ന പേരാണ് കോറിലേറ്റീവ് കൺജങ്ഷൻ. നെയ്തർ ഇല്ലാതെ നോറിനോ, നോർ ഇല്ലാതെ നെയ്തറിനോ നിലനിൽക്കാൻ പറ്റില്ല. അങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള കൺജങ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് നെയ്തർ നോർ. ഇംഗ്ലീഷിൽ നെയ്തർ നോർ മാത്രമല്ല, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, either or, none but. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷിൽ neither nor, not only but also, either or and none but. ഒന്നും കൂടെ ഉണ്ട് or. ഇത് കോറിലേറ്റീവ് കൺജങ്ഷൻ അല്ല എങ്കിൽ കൂടെ ഈ അഞ്ചെണ്ണം neither nor, not only but also, either or, none but and or, ഈ അഞ്ച് കോറിലേറ്റീവ് കൺജങ്ഷനുമായി രണ്ട് സബ്ജക്റ്റുകൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ? ദ മാനേജർ ആൻഡ് ദി എംപ്ലോയീസ്. ഈ രണ്ട് സബ്ജക്റ്റുകളെ നമ്മൾ നെയ്തർ നോർ എന്ന കോറിലേറ്റീവ് കൺജങ്ഷനുമായി കൂട്ടി യോജിപ്പിച്ചിരിക്കും. അങ്ങനെ വരുമ്പോൾ നെയ്തർ നോറിന് ശേഷം വരുന്ന രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം നിങ്ങൾ വെർബ് എഴുതേണ്ടത്. രണ്ടാമത്തെ സബ്ജക്റ്റായ ദ എംപ്ലോയീസിന് ശേഷമാകണം നിങ്ങൾ വെർബ് എഴുതേണ്ടത്. നമുക്കറിയാം ഇവിടെ മാനേജർ എന്നത് ഒരു വ്യക്തിയാണ്, സിംഗുലർ പേഴ്സൺ ആണ്. ഇവിടെ ദ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടമാണ്, പ്ലൂറൽ നൗണാണ് ഇവിടെ എംപ്ലോയീസ്. അപ്പൊ ഈ എംപ്ലോയീസിന് ശേഷം വരേണ്ട വെർബ് എപ്പോഴും അല്ലെങ്കിൽ ഓക്സിലറി വെർബ്. ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹായക ക്രിയയാണ്, ഒരു ഓക്സിലറി വെർബാണ്. ദ എംപ്ലോയീസിന് ശേഷം വരേണ്ട ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് എങ്ങനെയായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പോ ഉത്തരം വരിക neither the manager nor the employees were aware of the shortage of raw materials എന്നായിരിക്കണം. മനസ്സിലായില്ലേ? അടുത്തതായി കഴിഞ്ഞ GD പരീക്ഷ, അത് 2021 GD പരീക്ഷയുടെ ഷിഫ്റ്റിൽ നിരന്തരം ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ തുടരെ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് സ്പോട്ട് എററിലെ ഈ ഭാഗം. ഐ വിഷിൽ തുടങ്ങുന്ന സെന്റൻസുകൾ വായിക്കുക. ഐ വിഷ് I am the principal of the school. ഇതൊരു ഇമാജിനറി സെന്റൻസ് ആണ് അല്ലെ? ഐ വിഷ് ഐ ആം ദി പ്രിൻസിപ്പൽ ഓഫ് ദി സ്കൂൾ. എന്റെ ഒരു ആഗ്രഹം പറയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയായുള്ള ആഗ്രഹം പറയാണ്, ഞാൻ ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നെങ്കിൽ. ഐ വിഷ്. അപ്പൊ ഇംഗ്ലീഷിലെ നിയമം അനുസരിച്ച് ഐ വിഷിന് ശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് വെർബിന്റെ രണ്ടാമത്തെ ഫോം ആയിട്ടുള്ള V2 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിഷിന് ശേഷം ഐ ആം എന്നതിന് പകരം ഐ ആം എന്തായി മാറും? ഐ വേർ ആയിട്ട് മാറും. ഇതൊരു ഇമാജിനറി സെന്റൻസ് ആണ്. ആയിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ ആഗ്രഹം പറയാണ്. ആഗ്രഹങ്ങൾ പറയുമ്പോൾ ഐ വിഷിന് ശേഷം ഐ ആം എന്നല്ല ഉപയോഗിക്കേണ്ടത്, ഐ വേർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെയായിട്ട് മാറും? ഇവിടെ ബി പാർട്ടിലാണ് എറർ വരുന്നത്. എ പാർട്ട് ശരിയാണ്, എ പാർട്ട് ഐ വിഷിൽ തുടങ്ങുന്നു. ഇവിടെ
നിങ്ങൾ കണ്ടാൽ ആദ്യം നോക്കേണ്ടത് ഐ വിഷ് ഉണ്ടോ, പിന്നെ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി ഇവിടെ അതിന്റെ വി ടു ഫോം ഓപ്ഷനിൽ നിന്നും ചൂസ് ചെയ്യുക, ഇവിടെ അപ്ലൈ ചെയ്യുക. വേറെ ഒന്നും നോക്കണ്ട. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കഴിഞ്ഞ പരീക്ഷകളിൽ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ വരാം? ഐ വിഷ് ഐ വർ ദ പ്രിൻസിപ്പൽ ഓഫ് ദിസ് സ്കൂൾ. അപ്പോൾ നമുക്ക് തോന്നും ഐ അല്ലേ, ഹി അല്ലേ, ഷീ അല്ലേ. ഇംഗ്ലീഷിൽ ഹിയും ഷീയും ഒക്കെ സിംഗുലർ അല്ലേ? അവർക്ക് ശേഷം വരേണ്ട വെർബ് എങ്ങനെയാണ് വേർ ആകുക? സിംഗുലർ വെർബ് അല്ലേ? സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബ് ആണല്ലോ ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് വർക്കൗട്ട് ആവും. പക്ഷെ അതൊന്നും ഇവിടെ ബാധകമല്ല. ഐ വിഷിന് ശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് വെർബിന്റെ വി ടു ഫോം ആണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ, ഇതല്ല ഏതൊരു ചോദ്യം കിട്ടിയാലും എറർ ഡിറ്റക്ഷനിൽ ഏത് ഭാഗമാണ്, ഇംഗ്ലീഷിലെ ഏത് ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ എററായിട്ട് ചിലപ്പോൾ തന്നിട്ടുണ്ടാകുക ഗ്രാമർ ആകാം, ചിലപ്പോൾ എന്തെങ്കിലും വൊക്കാബുലറി മിസ്റ്റേക്ക് ആവാം. അത് തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇവിടെ ഈ സെന്റൻസ് ഒന്ന് വായിക്കുക. വി വിൽ ലുക്ക് അറ്റ് യുവർ പെറ്റ് വെൻ യു ഗോ ഓൺ എ വെക്കേഷൻ. വി വിൽ ലുക്ക് അറ്റ് യുവർ പെറ്റ് വെൻ യു ഗോ ഓൺ എ വെക്കേഷൻ. നീ വെക്കേഷന് പോകുമ്പോൾ നിന്റെ വളർത്തുമൃഗത്തെ ഞങ്ങൾ പരിചരിച്ചു കൊള്ളാം എന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കൊള്ളാം എന്നാണ് ഈ വാചകത്തിന്റെ സാരാംശം. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് കേട്ടിട്ടുണ്ടാവും. എന്താ ഫ്രേസൽ വെർബ്? രണ്ട് വ്യത്യസ്ത അർത്ഥമുള്ള വാചകങ്ങൾ ചേർന്ന് മറ്റൊരു വാചകമുള്ള അർത്ഥമുള്ള ഒരു വാക്ക് രൂപം കൊള്ളുന്നതാണ് ഫ്രേസൽ വെർബ്. ഉദാഹരണത്തിന് പുട്ട് ഓൺ, പുട്ട് അപ്പ് വിത്ത്, കോൾ ഫോർ, കോൾ ഓഫ് തുടങ്ങിയിട്ടുള്ള വാക്കുകളെല്ലാം ഫ്രേസൽ വെർബിന് ഉദാഹരണമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസൽ വെർബാണ്. പക്ഷെ ലുക്ക് അറ്റിന്റെ അർത്ഥം ഇവിടെ സ്യൂട്ടബിൾ അല്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ലുക്ക് ആഫ്റ്റർ എന്നതാണ്. നമ്മൾ പ്രായമായവരെ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെയൊക്കെ പരിചരിക്കുകയാണ് ചെയ്യുക, അല്ലെ? കിടപ്പ് രോഗികളെ, പ്രായമായവരെ, അതുപോലെ നമ്മുടെ വളർത്തു മൃഗങ്ങളെ പരിചരിക്കുക. പരിചരണം എന്ന വാക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരിചരണം എന്ന വാക്ക് വരുമ്പോൾ ഇവിടെ ലുക്ക് ആഫ്റ്റർ എന്നാണ് വേണ്ടത്. ലുക്ക് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിന്റ് എന്നാണ്, അതല്ല അർത്ഥം. ഇവിടെ ലുക്ക് ആഫ്റ്റർ എന്നാണ് അർത്ഥം വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, ഇങ്ങനൊരു സെന്റൻസ് കറക്ഷനിൽ ഇംഗ്ലീഷിലെ ഏത് ഭാഗവുമായി ചിലപ്പോൾ പ്രിപ്പോസിഷണൽ എറർ ആയിരിക്കും. ഒരു പ്രിപ്പോസിഷൻ വന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള എററാവും കണ്ടെത്താനുണ്ടായിരിക്കുക. ചിലപ്പോൾ ഗ്രാമാറ്റിക്കൽ എറർ ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെയുള്ള വൊക്കാബുലറി എറർ ആയിരിക്കും. ഏതാണെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഇതും എറർ ഡിറ്റക്ഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇവിടെ സെന്റൻസ് വായിക്കാം. 80 rupees are too much for this leather bag which is looking so old. എന്താ ഈ വാചകത്തിന്റെ അർത്ഥം? 80 rupees are too much for this leather bag which is looking so old. വളരെ പഴക്കം തോന്നിക്കുന്ന ഈ ലെതർ ബാഗിന് ഇട്ടിരിക്കുന്ന വില 80 rupees, 80 രൂപയാണെന്ന്. നമുക്ക് സെന്റൻസിന്റെ അർത്ഥത്തിലേക്കൊന്നും കിടക്കണ്ട. നമുക്കിവിടെ എന്താണ് എറർ എന്ന് കണ്ടെത്തിയാൽ മതി. ഇവിടെ എറർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ കോൺകോഡ് നിയമം അനുസരിച്ച്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് നിയമം അനുസരിച്ച് ഹൈറ്റ്, വെയിറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം. ഹൈറ്റ്, വെയിറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം. കോൺകോഡ് നിയമം അനുസരിച്ച്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അനുസരിച്ച് 80 rupees എന്നത് ഇതിൽ ഒരു എമൗണ്ടിനെ കാണിക്കുന്നതാണല്ലോ. 80 rupees എന്ന് പറയുന്നത് ഒരു എമൗണ്ടിനെ കാണിക്കുന്നതാണ്. ഇതിന് ശേഷം വരുന്ന വെർബ് എന്ന് പറയുന്നത് തീർച്ചയായും സിംഗുലർ വെർബ് ആയിരിക്കണം. ഇവിടെ നോക്കൂ, 80 rupees ആർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആർ അല്ല ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം നിയമം അനുസരിച്ച് ഹൈറ്റോ, വെയിറ്റോ, ക്വാണ്ടിറ്റിയോ, എമൗണ്ടോ, ഡിസ്റ്റൻസോ, ടൈമോ ഏതെങ്കിലും തരികയാണെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് തീർച്ചയായും സിംഗുലർ ഫോം ആയിരിക്കണം. മറ്റൊരു ഉദാഹരണത്തിന് 140 kilometers ഈസ് നോട്ട് എ ഡിസ്റ്റൻസ് എന്നാണ് നമുക്ക് പറയേണ്ടത്. കാരണം എന്താ? 140 kilometersന് ശേഷം എസ് ഉണ്ടല്ലോ, കിലോമീറ്ററിന് ശേഷം എസ് ഉണ്ടല്ലോ, റുപ്പീസിന്റെ അവസാനം എസ് ഉണ്ടല്ലോ. അപ്പൊ അത് പ്ലൂറൽ ആണെന്നൊന്നും ധരിക്കേണ്ട.
കിലോമീറ്റർ ആയിക്കോട്ടെ, വെയിറ്റ് ആയിക്കോട്ടെ, ഹൈറ്റ് ആയിക്കോട്ടെ, എമൗണ്ട് ആയിക്കോട്ടെ, ടൈം ആയിക്കോട്ടെ, ഇതിന് ശേഷം ഉപയോഗിക്കേണ്ട വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ഇവിടെ എ പാർട്ടാണ് എറർ. എ പാർട്ടിൽ 80 rupeesന് ശേഷം ആറിന് പകരം ഈസ് എന്ന് ചേർക്കണം. ഇതിന്റെ നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഹാർട്ട് അടിച്ച് വെച്ചോളൂ. ഈ 6 വാക്കുകൾ, ഈ 6 സബ്ജക്റ്റുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഈ 6 വസ്തുക്കൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കണം. ഇത് മറ്റൊരു ചോദ്യമാണ്. കഴിഞ്ഞ GD പരീക്ഷയിൽ 2021 GD പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. ഇതിന് 3 പാർട്ടേ ഉള്ളൂ. A, B, C പാർട്ടേ ഉള്ളൂ. D പാർട്ടില്ല. അത് 4 ഓപ്ഷനിൽ ഒന്ന് നോ എറർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കണ്ട. നമുക്ക് ഈ 3 എണ്ണത്തിൽ ഏതാണ് എറർ എന്ന് നോക്കണം. എന്താ അർത്ഥം? Unless you don't work hard, you will fail. നീ വർക്ക് ചെയ്തില്ലെങ്കിൽ നീ പരാജയപ്പെടും. നീ വർക്ക് ചെയ്തില്ലെങ്കിൽ നീ പരാജയപ്പെടും. അപ്പോൾ പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് നോക്കുമ്പോൾ എററൊന്നും തോന്നില്ല. പക്ഷെ ഇവിടെ ഒന്ന് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പാർട്ടാണ് തെറ്റ്. ഇതിലെ തെറ്റെന്ന് പറയുന്നത് ഒരു സെന്റൻസിൽ ഒരു കാരണവശാലും നമ്മൾ 2 നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു സെന്റൻസിൽ ഒരു കാരണവശാലും നമ്മൾ 2 നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കരുത്. ഇവിടെ നോക്കൂ, അൺലെസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാക്കാണ്. അതുപോലെ ഡോണ്ട്, ഡു പ്ലസ് നോട്ട് ആണ് ഡോണ്ട്. അവിടെ ഡോണ്ട് എന്ന് പറയുന്നതും അൺലെസ് എന്ന് പറയുന്നതും നെഗറ്റീവ് വാക്കാണ്. അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഡോണ്ടിന്റെ ആവശ്യമില്ല. ഇവിടെ അൺലെസ് മാത്രമല്ല, നോട്ട്, നോർ, നൺ, സെൽഡം തുടങ്ങി ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിൽ നെഗറ്റീവ് മീനിങ്ങോട് കൂടി ഉപയോഗിക്കുന്നതാണ്. ഇതിനുശേഷം പിന്നീട് ഒരു നോയുടെയോ നോട്ടിന്റെയോ ആവശ്യമില്ല. യു നെവർ വിസിറ്റ് യുവർ ഓൾഡ് പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്റെ വയസ്സായ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ കാണാൻ പോകുന്നില്ല എന്നർത്ഥം. ഒരു നെഗറ്റീവ് വാക്കാണ്. അപ്പോൾ സെൽഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബെയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നെഗറ്റീവ് മീനിങ് ആണ്. കൂടാതെ ഇത്തരം വാക്കുകൾ നോട്ട്, നോർ, നൺ, സെൽഡം തുടങ്ങി ഇനിയുണ്ട് ഒരുപാട് വാക്കുകളുണ്ട്. ഈ വാക്കുകളെല്ലാം നെഗറ്റീവ് മീനിങ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് ശേഷം മറ്റൊരു നെഗറ്റീവ് വാക്ക് ആ സെന്റൻസിൽ ഉപയോഗിക്കരുത്. ഈ ചോദ്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ മൈ ഗോൾസ് ആർ ടു ലേൺ ഇംഗ്ലീഷ്. എൻ്റെ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ഗോളുകളിൽ, എൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കലാണ്. എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് പഠിക്കലാണ് എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണല്ലോ. ഒന്നിനെ മാത്രമല്ലേ പ്രതിനിധാനം ചെയ്യുന്നത്. ആ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ നമ്മൾ എപ്പോഴും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് ഉദ്ദേശിക്കാൻ കാരണം അല്ലെങ്കിൽ അങ്ങനെ പ്രയോഗിക്കാൻ കാരണം എൻ്റെ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും മഹത്തരമായത് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അതാണ് ഇത് ഇംഗ്ലീഷ് പഠിക്കുക. അപ്പോൾ അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എപ്പോഴും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ മൈ ഗോൾ ഈസ് ടു എന്നാകണം. ഈസ് എന്നാണ് വേണ്ടത്, ആറല്ല ഈസ് ആണ് ശരി. കാരണം എൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇത് ഇംഗ്ലീഷ് പഠിക്കുന്നത്. ആ ഒന്ന് എങ്ങനെയുള്ളതാണ്? ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒന്ന് എന്നതിനെ സൂചിപ്പിക്കാൻ എപ്പോഴും സിംഗുലർ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആറല്ല. നമുക്ക് തോന്നും ഗോൾസിന് ശേഷം ആറാണല്ലോ ഉപയോഗിക്കേണ്ടത്, എൻ്റെ ലക്ഷ്യങ്ങളാണല്ലോ എന്ന്. നമ്മളിവിടെ ഗോൾസിനെല്ലാം പരിഗണിക്കേണ്ടത് ആ ഗോൾസിൽ ഏറ്റവും മഹത്തരമായ ഈ ലേണിംഗ് ഇംഗ്ലീഷ് എന്ന ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റിനെയാണ് നമ്മൾ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഗോൾസ് അല്ല, ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിന് ശേഷം ആറല്ല ഈ സംഭവിക്കും. കുറച്ചും കൂടി ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുമ്പ് വർക്കൗട്ട് ചെയ്ത ചോദ്യങ്ങൾ നോക്കുക, എല്ലാം തന്നെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സബ്ജക്റ്റിനനുസരിച്ച് മാത്രമേ വെർബ് എഴുതാൻ പാടുള്ളൂ. ഈ വെർബിനെ ഈ സബ്ജക്റ്റ് എഗ്രി ചെയ്യണം, എങ്കിൽ മാത്രമേ ഇംഗ്ലീഷിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വാചകം രൂപപ്പെടുകയുള്ളൂ. ഇംഗ്ലീഷിൽ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണല്ലോ ഏറ്റവും പ്രാധാന്യം. ഇവിടെ ഗോൾസ് അല്ല, മറിച്ച് ആ ഗോളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലെ സബ്ജക്റ്റ്. ആ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഒരെണ്ണമാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരെണ്ണമാണ്. ആ സിംഗുലറിനെ കാണിക്കാൻ നമ്മൾ എപ്പോഴും ആറല്ല ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
മറ്റൊരു ചോദ്യമാണ്. ഇത് ഇംഗ്ലീഷിലെ ടെൻസ് എന്ന ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു എറർ ഡിറ്റക്ഷൻ ആണ്. ഐ ഹാവ് ബീൻ റീഡിംഗ് ദിസ് ബുക്ക് സിൻസ് 2 days. 2 ദിവസമായി ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന തെറ്റെന്ന് പറയുന്നത് സി പാർട്ടാണ്. ഇതിന്റെ സി പാർട്ടിൽ വരുന്നത് സിൻസ് ആണ്. സിൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ഫോർ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ സിൻസിന് പകരം നമ്മൾ ഫോർ ചേർത്തുകൊണ്ട് ഐ ഹാവ് ബീൻ റീഡിംഗ് ദിസ് ബുക്ക് ഫോർ 2 days. 2 ദിവസമായി ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 ദിവസമായി എന്ന് കാണിക്കുമ്പോൾ നമുക്ക് അവിടെ സ്പെസിഫിക് ആയിട്ട് 2 days എന്നുണ്ട്. അപ്പോൾ 2 daysന് മുമ്പ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 4 ആണ്. എന്നാൽ ഇപ്പൊ തുടക്കത്തിൽ 2018 മുതൽ 2019 മുതൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ SSC എക്സാമിനേഷൻ സിൻസ് 2018 എന്നാണ് പറയുന്നത്. 2018 മുതൽ ഞാൻ എന്ത് ചെയ്യുന്നു, SSC പരീക്ഷകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുമ്പോൾ നമ്മൾ സിൻസ് എന്നാണ് ചേർക്കേണ്ടത്. എന്നാൽ 2 ദിവസമായി 4 മണിക്കൂറായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് 4 ആണ്. സിൻസും 4ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സിൻസ് ചേർക്കേണ്ടത് എപ്പോഴും തുടക്കത്തിൽ അല്ലെങ്കിൽ ഫ്രം ദ ബിഗിനിങ് എന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ 2017 മുതൽ അല്ലെങ്കിൽ 1950 മുതൽ എന്നൊക്കെ പറയാം. ചില കമ്പനികളുടെ എല്ലാം ട്രേഡ് മാർക്കിന്റെ മുകളിൽ സിൻസ് 1950 എന്നൊക്കെ കാണും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1950 മുതൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു ഷോർട്ടർ പീരീഡിനെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടുള്ള 2 3 എന്നൊക്കെ പറഞ്ഞ് 2 മണിക്കൂർ 3 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 4 ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് മറ്റൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഒരു പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഫിലിപ്പ് വാസ് ടു പ്രൗഡ് ഫോർ എക്സ്റ്റെൻഡിങ് എ ഹാൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഫിലിപ്പ് വാസ് ടു പ്രൗഡ് ഫോർ എക്സ്റ്റെൻഡിങ് എ ഹാൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അദ്ദേഹം ആ സുഹൃത്ത് ബന്ധം നിലനിർത്തുന്നതിൽ അതീവമായി അഭിമാനം കൊണ്ടിരുന്നു എന്നാണ് ഈ വാചകത്തിന്റെ അർത്ഥം. ഇവിടെ ടു ടു എന്ന പ്രയോഗമാണ് കാണിച്ചിട്ടുള്ളത്. ടു ടു ഇംഗ്ലീഷിൽ നിത്യം നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് ടു ടു. ഹി ടു ടയർഡ് ടു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ടു ടയേർഡ് ടു വാക്ക് എന്നൊരു പ്രയോഗം പറയും. എന്തതിൻ്റെ അർത്ഥം? അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് നടക്കാൻ പറ്റും. വളരെ നടക്കുന്നതിന് അല്ലെങ്കിൽ നടക്കുന്നതിന് വേണ്ടി അദ്ദേഹം വളരെ ക്ഷീണിതനാണ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അതുപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫിലിപ്പ് വാസ് ടു പ്രൗഡ്. ഈ 4 മാറ്റിയിട്ട് ഇവിടെ നമ്മൾ 2 ചേർക്കും. അപ്പോൾ ഫിലിപ്പ് വാസ് ടു പ്രൗഡ് ടു എക്സ്റ്റെൻഡിങ് എ ഹാൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അദ്ദേഹം വളരെ അഭിമാനം കൊണ്ടിരുന്നു ആ സുഹൃത്ത് ബന്ധം വളരെ ദീർഘമായി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊരു ഇംഗ്ലീഷിലെ പ്രയോഗമാണ്. ടു കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അപ്പുറത്ത് ഈ ടു ഉപയോഗിക്കണം. TWO എന്നത് ഒരു സെന്റൻസിൽ നിങ്ങൾ കണ്ടാൽ തീർച്ചയായും അതിനുശേഷം വരേണ്ട പ്രിപ്പോസിഷൻ 4 ആകില്ല, അത് 2 ആയിരിക്കും. ഇത് 2021 GD പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. 2021 ആയതുകൊണ്ടായിരിക്കാം ഇതിൽ കണ്ടെയ്ൻമെന്റ് സോൺ പാൻഡമിക് കാണാറുണ്ട്. അത് ചിലപ്പോൾ കൊറോണ ടൈമിൽ നടന്ന പരീക്ഷ ആയതുകൊണ്ടായിരിക്കാം. ഇത് എന്താ ഈ ചോദ്യം നോക്കൂ. നോബഡി were allowed into the containment zones during the pandemic. പാൻഡമിക് സിറ്റുവേഷന്റെ സമയത്ത് കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ വാചകത്തിന്റെ അർത്ഥം. ഇവിടെ എന്താണ് മിസ്റ്റേക്ക് നോക്കാം. ഇവിടെ നോബഡിക്ക് ശേഷം വേർ ഉപയോഗിച്ചു. നോബഡിക്ക് ശേഷം വേർ ഉപയോഗിക്കുന്നത് മിസ്റ്റേക്കാണ്. ഇംഗ്ലീഷിൽ 12 വാക്കുകളുണ്ട്. നോബഡി, സംബഡി, നമുക്ക് എഴുതാം. നോബഡി, സംബഡി, anybody and everybody. Nobody, somebody, anybody and everybody. ഇനിയുണ്ട് no one, anyone, everyone, someone. തീർന്നിട്ടില്ല, ഇനിയും ഒരു 4 വാക്കും കൂടിയുണ്ട്. something, anything, everything and nothing.
ഇങ്ങനെയുള്ള ഈ 12 വാക്കുകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കണം. അപ്പോൾ നോബഡി വാസ് അലൗഡ് ഇൻ ടു ദ കണ്ടെയ്ൻമെന്റ് സോൺസ് ഡ്യൂറിംഗ് ദ പാൻഡമിക് സിറ്റുവേഷൻ എന്നാണ് പറയേണ്ടത്. ഇവിടെ നോബഡി, സംബഡി, എനിബഡി, എവരിബഡി, അതുപോലെ നോ വൺ, എനിവൺ, എവരിവൺ, സംവൺ, അതുപോലെ സംതിങ്, എനിത്തിങ്, എവരിതിങ് ആൻഡ് നത്തിങ്. ഈ വാക്കുകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബായിരിക്കണം. കാരണം ഇംഗ്ലീഷിൽ ഇത്തരം വാക്കുകൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് പരിഗണിക്കാറുള്ളത്. നോബഡിയുടെ അർത്ഥം എന്താ? ഒരാളുമില്ലാത്തൊരവസ്ഥ എന്നാണ്. ഇപ്പോൾ സംബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ, അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വാക്കുകളെല്ലാം തന്നെ ഏകാംഗ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു, സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എഴുതേണ്ടത് സിംഗുലർ വെർബായിരിക്കും.